Hello, my dear friends. I'm going to Usha and then beauty parlor in the Kaka or a time than a Lipa, the Pedakmati beauty studio and the Kagatu. And then we beauty studio or beauty parlor like a Poga and Ella agrees. Ella the Muka sound in a partage, Parian, Churaka, Muka on the Sunday, the bleach, the facially, the Satya, Paradia. I think Sara had both the Bushaman, Sara and a ball and the Polo, which I could say, Kudal Polo. But in the Pushamark on the beauty parlor, and then Mavim or something about carrying like a chia. When the beauty parlor on the Boga, the number of wheat living easy at beauty parlor chain like a cool like the effect telling Nalla facial number of wheat in the chain. And now Mother Mumbai and Randamate Chalaya, Joby Wellingal, second channel like a welcome swatter. Hello friends, the first ingredient is Multani Multi powder. You can ladies store like a medication. That's why I English made the labor medication. Ayurveda Kota in the Multani Multi powder. It's a normal item, number of face look down the darkness name matcha I can partake number Kala, some Valerian Chudu wood in the Uri Gala, still number Mukatunda, Suri Prakash made എല്ലാ തരത്തിലുള്ള സൺടാനും മാറ്റാനും ഒരുപാട് നമ്മൾ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മുൾട്ടാനി മിൽട്ടി പൗഡർ ഒരു സ്പൂൺ എടുക്കാം. ഒരു സ്പൂൺ മുൾട്ടാനി മിൽട്ടി പൗഡർ. നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് നമ്മുടെ സാധാരണ മഞ്ഞൾ പൗഡറാണ്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്കിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നമ്മളെ ഗുണം ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സാധാരണ ലൈം ഓർ ലെമൺ ആണ്. നമുക്ക് ഇത് ഒരു സ്പൂണോളം ലൈം ഓർ ലെമൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ലൈം ഓർ ലെമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്നു. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് നമ്മുടെ ഫേസിലെ ആഴ്ന്നിറങ്ങുകയും തുടർന്ന് ഡാർക്ക് സ്പോട്ടുകളെ മാറ്റാനും അതോടൊപ്പം തന്നെ ഡാർക്ക് സ്കിന്നിനെ മാറ്റാനും ഒരുപാട് സഹായിക്കുന്നു. വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഒരു ക്യാപ്സൂൾ നമുക്ക് പൊട്ടിക്കാം. ഈ പൊട്ടിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ഇടുന്ന നമ്മുടെ ഈ സ്കിന്നിന് ശരിക്ക് സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടി സഹായിക്കും. ഡ്രൈനെസ് എല്ലാം പോയി സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്നു ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അതോടൊപ്പം തന്നെ പുതിയ ഡെഡ് സെല്ല് മാറി പുതിയ സെല്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ കണ്ടന്റ് നമ്മളെ ഒരുപാട് സഹായിക്കും. അവസാനം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ മിൽക്കാണ്, നമ്മുടെ പാല്. ഇത് പച്ചപ്പാലാണെങ്കിൽ അതല്ലെങ്കിൽ കാച്ചിയ പാലാണെങ്കിലും കുഴപ്പമില്ല. ഇത് ശരിക്കും ഒരു സ്പൂൺ തൽക്കാലം നമുക്കിപ്പോൾ ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് ശരിക്കും കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ശരിക്കും പേസ്റ്റ് പോലെ ആകാൻ വേണ്ടി ആവശ്യമെങ്കിൽ ഒരു അല്പം കൂടി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ രീതിയിൽ ഒരു സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു അല്പം കൂടി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി പാല് മാത്രം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. പാൽ ഒഴിച്ച ശേഷം ശരിക്കും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം ശരിക്കും ഇതുപോലെ നല്ല പേസ്റ്റാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഒരു പേസ്റ്റ് പോലെ കിട്ടും. ഈ പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ, നമ്മുടെ കയ്യിൽ, അതുപോലെയൊക്കെ കാലിൽ ഒക്കെ നമുക്കിത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സൂര്യപ്രകാശം ഏറ്റ് നമുക്ക് കളർ പോയിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് ഫേസിന് മാത്രമല്ല, ശരിക്ക് നമ്മുടെ വേലിയെ കൊണ്ട് കറക്കുവാണെങ്കിൽ കയ്യിൽ അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ കാലിൽ അപ്ലൈ ചെയ്യാം. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 100% നല്ല തരത്തിലുള്ള ഗ്യാരണ്ടി ആയിട്ടുള്ള. കാരണം വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ നാരങ്ങാനീര് അതിൻ്റെ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അങ്ങനെ നമ്മൾ ആ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ശരിക്ക് കട്ടിയിൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് താഴ്ന്ന് ഇറങ്ങി ശരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സിട്രിക് ആസിഡ് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഡ്രൈ ആകും, സ്വാഭാവികമായിട്ട് അല്പം ഡ്രൈ ആവും. ആ ഡ്രൈനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഡ്രൈ ആകുന്നതോടൊപ്പം തന്നെ അതിനെ മാറ്റാനായിട്ട് മോയ്സ്ചറൈസ് ആക്കാൻ വേണ്ടി വൈറ്റമിൻ ഇ ക്യാപ്സൂളും നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക, അതിനുശേഷം വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ശരിക്കും തേച്ച് പിടിപ്പിക്കുക.
അതിനുശേഷം അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല ബാക്കി നിങ്ങൾക്ക് കയ്യിലാണെങ്കിലും തേക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഈ പോർഷനിലൊക്കെ നമുക്ക് തേക്കാം. അതിനുശേഷം തേച്ച ശേഷം ഒന്ന് സാധാരണ ഈ കൈവച്ച് തന്നെ സാധാരണ ഇതുപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഈ നമ്മൾ ഇട്ടേക്കുന്ന എല്ലാ ഗുണങ്ങളും ആഗീകരണം ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മസാജിന് ശേഷം അരമണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. 30 മിനിറ്റ് അതേപോലെ തന്നെ സൂക്ഷിക്കുക. 30 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെഡി റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ സ്കിന്നിൽ ശരിക്കും ആ ഡാർക്ക്നെസ് മാറി നല്ല രീതിയിലുള്ള കളർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ അമർത്താനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.